അത് ചില ആൾക്കാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അവർക്ക് അവരെ നല്ലോണം മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ടാലൻറ്റ് കുറവായിരിക്കും. ചിലർക്ക് ടാലൻറ്റ് നല്ലതായിരിക്കും, അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് സിനിമയുടെ കാര്യങ്ങളിൽ. ചില സാധാരണ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്ത് അതിനെ ഒരു വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റും. ചില പ്രൊഡക്റ്റുകൾ ഒരു നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ അതിനൊരു ആവറേജ് മാർക്കറ്റ് പോലും കിട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു പരിധി വരെ ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പം തന്നെയാണ്. പക്ഷേ ഇത് രണ്ട് കഴിവും കൂടി ഒരുമിച്ച് പോകണം എന്നുള്ളത് വലിയ പാടാണ്. ഒരു ഡയറക്ടറോട് പറയാം, നിങ്ങൾ മാർക്കറ്റിങ്ങിൽ തകർക്കണം, രാവിലെ വിളിച്ചിട്ട് FBയിൽ മറ്റേ അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പം. അയാൾ പടം എടുക്കാനേ പറ്റുള്ളൂ. അത് സത്യസന്ധമായിട്ടാണ് അങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞ് മറ്റേ തിയേറ്റർ പിടിച്ചോ, മറ്റേ കൺട്രോൾ ചെയ്ത് മറ്റേ ചാനൽ ഇൻ്റർവ്യൂവിന് പോയോ, മറ്റേ ഇത് ചെയ്തോ, മാർക്കറ്റിംഗ് ശരിയായിരുന്നില്ല, നിങ്ങളത് അങ്ങനെ പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം വെച്ചാൽ അയാളുടെ ജോലി അത് എടുത്ത് കഴിഞ്ഞാൽ തീർന്നു. വെച്ചാൽ ബാക്കി പ്രോസസ്സുണ്ട്, പക്ഷേ അതെല്ലാം കൂടി ചെയ്യാന്നുള്ളത് ഒരു എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരിക്കലും അത് ചെയ്യാതിരുന്നത് കുറ്റമൊന്നുമല്ല. നമ്മളിവിടെ കണ്ടേക്കണ പല സിനിമകളും, വെള്ളിമൂങ്ങ് ഉൾപ്പെടെ ജിബുച്ചേട്ടൻ്റെ ആ പടം ഒരു വലിയ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ഓടി പടം. ജിബുച്ചേട്ടൻ ഭയങ്കര ഉദാഹരണമാണ്. ജിബുച്ചേട്ടൻ എന്ത് ചെയ്തു ആ പടത്തിന് വേണ്ടി? ജിബുച്ചേട്ടൻ വെറും സാധാരണ ഒരു സിനിമയ്ക്ക് അടിക്കുന്ന പോസ്റ്ററുകൾ മാത്രം അടിച്ചിട്ട് ജിബുച്ചേട്ടൻ ഹിറ്റടിച്ച. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇവിടെ പടം ഓടണല്ലേ. അത് ഫേസ്ബുക്കിൽ ഭരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ ജിബുച്ചേട്ടനൊക്കെ ഫേസ്ബുക്ക് വഴിയൊക്കെ നോക്കാൻ കൂടെ അറിയപ്പില്ല. തമാശക്കാർ നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെ വെച്ചിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അത് അത്രയും വലിയ വിജയത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതൊന്നും അല്ല എൻ്റെ പരിപാടി. അത് നല്ല സിനിമ എടുക്കൽ തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു കലക്കം പടം വന്നിട്ട് നമ്മൾ ഇപ്പം ബെന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഓടി ഹിറ്റാവുന്നൊരു സിനിമയല്ല ബെൻ എൻ്റെ കാഴ്ചപ്പാടിൽ. ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു സിനിമ ബെൻ. പലരും ചോദിക്കുന്നുണ്ട് തിയേറ്ററിൽ പോയില്ല. ഇത് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഓടിയൊരു മാസ് പടമൊന്നുമില്ലല്ലോ. ഇത് വളരെ ഇമോഷണലായിട്ടുള്ളൊരു പടം. അത് നമ്മൾ മാർക്കറ്റിങ്ങിനാണെങ്കിൽ അതിനെ വളരെ ഇമോഷണലി ട്രീറ്റ് ചെയ്യണം. പിന്നെ അപ്പോൾ അത് പിന്നെ ഒരു സമയമാണ്. ഇപ്പോൾ ഹോം ലിവിൽസ് ഇറങ്ങുമ്പോഴും ഇതിപ്പം ഇത് കിട്ടിയില്ലേ, ഇങ്ങനെ റെക്കഗ്നേഷൻ കിട്ടിയില്ലേ, ഇതും കൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഭീകരാവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാനാലോചിക്കണ ദൈവത്തിൻ്റെ തീരുമാനം ഇങ്ങനെയായിരിക്കും. പടം തിയേറ്ററിൽ അത്യാവശ്യം പോകാതിരിക്കുക, ഇങ്ങനെ റെക്കഗ്നേഷൻ കിട്ടുക, അത് എല്ലാം ഓരോ സിനിമയ്ക്ക് ഒരു വിധിയുണ്ട്. അതനുസരിച്ച് നമ്മൾ എന്തോരം പ്ലാൻ ചെയ്താലും നടക്കുള്ളൂ. ഇപ്പോൾ അഞ്ജലി അഭിനയിച്ച പോലെ, ഈ പടം നടന്ന പോലെ, ഹോം ഡെലിവറി ഷോ ഞാൻ ബെഞ്ച് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെ നടന്ന പോലെ. അപ്പോൾ അതെല്ലാം ഒരു പ്രീ പ്ലാൻ പരിപാടികളാണ്, നമ്മൾ നിന്ന് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അല്ല, ചെലവ് കിടക്കുന്ന ഒരു ആർട്ടാണ്. കാരണം അത് പല രീതികളുണ്ട്. ഇപ്പം രാഷും ഞാനൊക്കെ TV നിന്നാണ് വന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് ഒരു പരിപാടി തീർക്കണം. അപ്പോൾ ഡെയിലി ഇത് ചെയ്ത് ശീലമായി കഴിയുമ്പോൾ നമുക്ക് തരുന്ന എത്ര പൈസ ഉണ്ടാവുള്ളൂ. ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയും തരും, അതിനകത്ത് തന്നെ സർവ്വ പരിപാടിയും തരും. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഷോർട്ട് ടേം ഡെലിവറി പഠിച്ചു നമ്മൾ. വേറെ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സിൽ നമുക്ക് പറയാൻ കുഴപ്പമില്ല, ഒന്നുമില്ല. ഒരു ക്യാമറ ഉണ്ട്, നീയുണ്ട്, ഇപ്പോൾ എടുത്തെന്ന് പറയാൻ പറയുമ്പോൾ നമ്മളെടുത്ത് കൊടുക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും വേണം. ഈ രണ്ട് സാധനവും ചെയ്ത് ശീലമായതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരുപാട് സിനിമയിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ബൈക്കിന് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കാശ് കുറയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ യൂസ്ഡാണ്. അതാണ് അങ്ങനെ സിനിമ എടുക്കാം. അങ്ങനെ അതേ രീതി സിനിമേനൊക്കെ ഉപയോഗിച്ചാൽ വളരെ നല്ല. ഇപ്പം ഞാൻ ഈ പടത്തിന് ഊബറിനാണ് പോയിരുന്നത് ലൊക്കേഷനിൽ. ഞാൻ അപ്പോൾ ഒരു വണ്ടി കുറഞ്ഞില്ലേ, ഈ സാധനം പോയി നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവൻ പോവും, അല്ലെങ്കിൽ അത് കിടക്കുകയില്ല. കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു വണ്ടി എക്സ്പെൻസാണ്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അങ്ങനെ ADസിന് ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ADസിന് ആർക്കെങ്കിലും അവർക്കൊക്കെ ഊബർ. അപ്പോൾ ഗുണമെന്ന് വെച്ചാൽ ഒരു വണ്ടിയിൽ 4 പേരായി പിക്ക് ആൻഡ് മറ്റേത് നമ്മളൊരു വണ്ടി എടുത്ത് അവിടെ ഇട്ട് അതിന് വേണ്ടി നമ്മൾ ആ വണ്ടി പോയി തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഫിനാൻസ് നമുക്ക് ഒരുപാട്. ഞാൻ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പം നമ്മൾ TV എക്സ്പീരിയൻസ് സിനിമയിലേക്ക് ഇടുന്നത് വളരെ ഗുണമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് ഈ എൻ്റെ അഭിപ്രായത്തിലുള്ള നമ്മളൊന്നും കഥക്ക് വേണ്ട എല്ലാത്തിനും ഒരു കാലമുണ്ട്. പണ്ട് ഇങ്ങനെ തെണ്ടി കിടന്ന ഓരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് കഥ പറയാനൊരു സമയം, ആ സമയത്ത് മരിച്ച് കഥ ആലോചിക്കാനൊരു സമയം, ആ സമയത്ത് നമ്മളിങ്ങനെ കുറേ എഴുതി വെക്കും, തിരിക്കും മറിക്കും, അപ്പോൾ കുറേ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതങ്ങനെ ഒരു കാലഘട്ടം ലൈഫിന് അങ്ങനെ കുറേ കഴിയുമ്പോൾ തോന്നും അതെല്ലാം പൊട്ടത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് തോന്നിയിട്ട് പിന്നെ അതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ വേറൊരു രീതിയിൽ വർക്ക് ചെയ്യാൻ തോന്നുന്ന സമയം. അതുകൊണ്ട് ഈ കഥയ്ക്കായിട്ടുള്ള അലച്ചിരുന്നൊരു സാധനം ഇല്ല ലൈഫിൽ ശരിക്കും. നമ്മുടെ ഈ അലയാന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു കഥ കിട്ടുകയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഷർട്ടും പാൻറ്റും എടുത്ത് ഒരു ബാഗും തൂക്കിയിട്ടിട്ടും ഇന്ത്യ മുഴുവൻ കറങ്ങിയായിരുന്നു എനിക്ക് തോന്നുന്നുള്ള എന്തെങ്കിലും കിട്ടുമെന്ന്. കാരണം നമ്മൾ കുറേ കാശ് കളയാന്ന് മാത്രമായിട്ട് വേറെ ഗുണമൊന്നുമില്ല. ഇത് നമ്മുടെ
അങ്ങനെ ഇത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ഇത് ചെയ്യുക കുറേ നാൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ സിനിമ എടുക്കാനല്ലേ വന്നത്. ഒരു സിനിമ എടുക്കാൻ വരുന്ന ഒരാൾ സിനിമ കഥ ഉണ്ടാവുന്ന ഒരാളായിരിക്കും. ഓട്ടോമാറ്റിക്കലി അവൻ അല്ലാണ്ട് വന്നിട്ട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ കഥയുണ്ടാവും. അപ്പോൾ അതൊരു അലച്ചിലിൻ്റെ ഭാഗമൊന്നുമില്ല. അതവൻ പ്രിപ്പയർഡ് ആണ് ഓൾറെഡി ഹീസ് പ്രിപ്പയർഡ് ടു ഡു ദാറ്റ്. അപ്പോൾ അവൻ്റെ കയ്യിൽ അതിനുള്ള ഗണ്ണും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവന് അവസരം വരുമ്പോൾ അടുത്ത് വെടിവെക്കുന്നു മാത്രമേ ഉള്ളൂ. കഥ എഴുതുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ കൂടി നിന്ന് കഥ എഴുതുക, ചിലപ്പോൾ കഥ എഴുത്തൊരു ഒരു ഉത്സവമാക്കി മാറ്റുക. അതുകൊണ്ട് അത് ഓരോരുത്തർ രീതിയാണ്. ഇപ്പം ചിലർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കൂടിയിരുന്നാലായിരിക്കും അങ്ങനെ വരിക. ചിലപ്പോൾ കുറേ നാൾ പിടിക്കുമായിരിക്കും. ചിലപ്പോൾ ഹോംലി മീൽസ് എഴുതുമ്പോൾ ഒരു ഫ്ലാറ്റിലിരുന്ന് അങ്ങനെ, കാരണം അത് ഡിപ്പെൻസ്. ഇപ്പം നമ്മുടെ കയ്യിലാണ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിരുന്ന് എഴുതാം. ഇപ്പം കൺട്രോൾ വേറൊരു എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ അടുത്താണെങ്കിൽ നമ്മളത് പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് അവിടെ പോകാൻ നമ്മൾ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് എഴുതാം. ഞാൻ കോഫി ഷോപ്പിൽ പോയി എഴുതിർത്ത്, എൻ്റെ കൂട്ടുകാരൻ്റെ കോഫി ഷോപ്പിലിരിക്കും. കുറച്ച് ദിവസം ഞാൻ വേറെ ഹോട്ടലിൽ ഇതെടുത്ത് അവിടെ പോയി ഓഡിഷൻ മതി. ആ ഹോട്ടലിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് ദിവസം താമസിച്ചു. അങ്ങനെ നിയമമൊന്നുമില്ല വീട്ടിൽ. അങ്ങനെ ഒരു എഴുതാൻ വേണ്ടി എഴുത്തൊന്നുമില്ല.